ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർക്ക് ഫാസ്റ്റുള്ള ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങളുടെ ആഗ്രഹമുണ്ട് കോഴിക്കോട് ശ്രീ വളയനാട് ദേവീക്ഷേത്രത്തിലൊന്ന് പോകണം എന്നുള്ളത് വളരെ കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും പോകുന്നുള്ളൂ. ഒരു ശ്രീ പാർവതി ക്ഷേത്രമാണ്. ക്ഷേത്രത്തെക്കുറിച്ച് ക്ഷേത്രത്തിൻ്റെ എന്താണെന്നൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ എല്ലാവരും നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളും ആദ്യമായിട്ടാണ് വളയനാടമ്മയെ കാണാനായിട്ട് പോകുന്നത്. അമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്താ പറയുക, ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം സാധിക്കാൻ പോകുന്നതിൻ്റെ വലിയൊരു സന്തോഷമുണ്ട് കേട്ടോ ഞങ്ങളുടെ മനസ്സിൽ. അപ്പം നമ്മുടെ കോഴിക്കോടിൻ്റെ ഐതിഹ്യവും വിശ്വാസങ്ങളും ഒക്കെ ഏറെ ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ വളയനാട് ദേവി ക്ഷേത്രം എന്നാണ് പറയുന്നത്. സാമൂതിരി രാജാക്കന്മാരുടെ ഉപാസനാ ദേവതയാണ് വളയനാട് ഭഗവതി എന്നാണ് വിശ്വാസം. ഇവിടെ വളയെറിഞ്ഞാണ് അവിടെ ആ പ്രതിഷ്ഠ നടത്തിയത് എന്നൊക്കെയാണ് കേട്ടോ വിശ്വാസം. പിന്നെ ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ ഒരു കഥ എന്ന് പറയുന്നത്, സാമൂതിരിയും വള്ളുവ കോനാതിരിയും തമ്മിലുള്ള പടപ്പുറപ്പാടുകളിൽ മികച്ച സൈനിക ബലവും സാമ്പത്തിക ശേഷിയും ഒക്കെ ഉണ്ടായിരുന്നിട്ടും സാമൂതിരി മിക്കപ്പോഴും പരാജയപ്പെട്ടിരുന്നു. ഇതിൻ്റെ കാരണം അന്വേഷിച്ച അദ്ദേഹത്തിന് മനസ്സിലായത് ദേവിയുടെ അനുഗ്രഹമാണ് കോനാതിരിയുടെ വിജയത്തിന് പിന്നിൽ എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അങ്ങനെ ആ ദേവിയുടെ അനുഗ്രഹം നേടുന്നതിന് വേണ്ടി അദ്ദേഹം തപസ് അനുഷ്ഠിക്കുകയും ഒടുവിൽ അദ്ദേഹത്തിന് മുമ്പ് ദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു കേട്ടോ. അങ്ങനെ തനിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദേവിയോട് തൻ്റെ കൂടെ വരണമെന്ന് ആവശ്യപ്പെടുകയും തന്നെ സംശയിക്കുകയോ പിന്തിരിഞ്ഞു നോക്കുകയോ ചെയ്താൽ തിരിച്ചു പോകുമെന്ന ഒരു നിബന്ധനയോടുകൂടി ദേവി സാമൂതിരിക്കൊപ്പം പോകാൻ തയ്യാറാകുന്നു. അങ്ങനെ ഏറെ ദൂരം പിന്നിട്ടപ്പോൾ മുമ്പിൽ സാമൂതിരിയും പിമ്പിൽ ദേവിയുമായി നടക്കുമ്പോൾ പിന്നിൽ നിന്നും ദേവിയുടെ ചിലമിൻ്റെ ശബ്ദമൊന്നും കേൾക്കാതെ വരുമ്പോൾ സാമൂതിരി സംശയത്താൽ തിരിഞ്ഞു നോക്കുന്നു. ഇത് കണ്ട ദേവി തൻ്റെ വളയൂരി എറിഞ്ഞിട്ട് ആ വള വീഴുന്നിടത്തായിരിക്കും തൻ്റെ സാന്നിധ്യം എന്നറിയിച്ചതിന് ശേഷം പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ വള വീണ സ്ഥലം ഒരാഴ്ച കാലത്തോളം ആ വള അങ്ങനെ കിടന്ന് കരയുകയും അതിനുശേഷമാണ് വീണു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ ആ ഒരു സ്ഥലത്താണ് ഇന്നത്തെ ഈ ക്ഷേത്രം നിലനിൽക്കുന്നതെന്നാണ് ഐതിഹ്യവും വിശ്വാസവും ഒക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ കഥയൊക്കെ പറഞ്ഞിവിടെ ക്ഷേത്രത്തിനടുത്ത് വരെ എത്തി കേട്ടോ. അപ്പോൾ അതെവിടെ ഒരു എന്താ പറയുക, വന്നപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് തന്നെ നാളികേരമൊക്കെ വാങ്ങി അപ്പോൾ അമ്മയുടെ വടക്കേ നടയിലൂടെ തന്നെ നമ്മൾ മുകളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിന് വളരെയധികം എന്താ പറയുക ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി തൊഴുത് ഒക്കെ ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ അകത്തേക്കൊന്നും നമുക്ക് ക്യാമറയ്ക്കൊന്നും പ്രവേശനമില്ല. തൊഴുതിറങ്ങി വന്ന് ഞങ്ങളിവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. നല്ലൊരു എന്താ പറയുക പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ. ശരിക്കും ഒരുപാട് മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഒരു ശാന്ത സുന്ദരമായൊരു സ്ഥലമെന്ന് പറയാം കേട്ടോ. കുറേ നേരം നമുക്ക് അവിടെ ഇരിക്കാനായിട്ട് തോന്നും. ഇപ്പോൾ രാവിലെ ആയിരുന്നുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ഒരു വൈബായിരുന്നു കേട്ടോ. ശരിക്കും നല്ലൊരു സൂപ്പർ ഫീലായിരുന്നു. അപ്പം അമ്മയെ തൊഴുതിറങ്ങിയ സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് ചുറ്റി ഒന്ന് നടന്നത് കാണാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ അതിലുമ്പോഴൊക്കെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്നു കേട്ടോ. ഇവിടെയൊക്കെ നല്ല വലിയൊരു ആൽമരം ഇതാണ് കേട്ടോ. നമ്മൾ ഒരു 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 ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്കാണ് നമ്മുടെ ഒരു നടഭാഗം ഇതാണ്. അല്ലേ അവിടെ ഇരുന്ന് ഞങ്ങൾ അതിലും വഴിയൊക്കെ നടന്നോട്ടോ. കുഞ്ഞായിക്ക് അപ്പൂസിനൊക്കെ ഒത്തിരി സന്തോഷമായിട്ടോ. എന്തോ ഒരു വലിയൊരു സന്തോഷത്തിലായിരുന്നു അമ്മ ഇതിലും വഴി എല്ലാം ഓടി നടന്ന് കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിലും വഴിയൊക്കെ ഒന്ന് നടന്നു വന്നിട്ടോ. ഇവിടെയൊക്കെ നല്ല മരങ്ങളും ഒക്കെ എന്താ പറയുക നല്ലൊരു സുന്ദരമായൊരു സ്ഥലം എന്ന് പറയാം കേട്ടോ. ശരിക്കും അതാണല്ലേ മൊത്തം പച്ചപ്പ് എന്ന് പറയാം കേട്ടോ. നല്ലൊരു ശാന്ത സുന്ദരമായ സ്ഥലം കേട്ടോ. അപ്പോൾ എവിടെ ഇങ്ങനെ ബെഞ്ച് പോലെയൊക്കെ ഉണ്ട്, നമുക്കിവിടെ ഇരിക്കാനും കുറച്ച് നേരം ശാന്തമായിട്ടിരിക്കാനും സംസാരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിലും വഴിയൊക്കെ ഇങ്ങനെ നടന്ന് നമ്മൾ ഇവിടെ ഈ ഒരു സർപ്പമരത്തിൻ്റെ അടുത്ത് കേട്ടോ. ഈ മരം എന്ന് വെച്ചാൽ എന്താ നമുക്ക് അറിയില്ല. പൂവൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടോ? അടിപൊളി പാമ്പുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഈ മരം കണ്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ കടപ്പാതിരമ്പലത്തിലാണ് കേട്ടോ ഇതുപോലത്തെ ഒരു മരം ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിലെ ഒരു എന്താ പറയുന്നത് നമ്മൾ രസീത് വഴിപാട് കൗണ്ടർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നുകൊണ്ട് നല്ല ശാന്തമായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു സൈഡിലേക്ക് വരുമ്പോഴും നല്ലൊരു പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് കേട്ടോ. മരങ്ങളും വള്ളികളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ക്ഷേത്രമായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ തോന്നിയൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള സൂപ്പർ കിടലുമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ചെയ്ത് ബൈ.